നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം ആദിപർവം, ശിഷ്യരുടെ ഗുരുദക്ഷിണ. രാജകുമാരന്മാരുടെ, അതായത് പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും വിദ്യാഭ്യാസം പൂർത്തിയായി. ദ്രോണർക്ക് ഗുരുദക്ഷിണ കൊടുക്കേണ്ട സമയമായി. ഒരു ദിവസം ദ്രോണർ ശിഷ്യന്മാരെ എല്ലാം വിളിച്ചിരുത്തി ഗുരുദക്ഷിണയുടെ കാര്യത്തെപ്പറ്റി അവരെ അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, പാഞ്ചാല രാജാവായ ദ്രുപദനെ പിടിച്ചു കെട്ടി എൻ്റെ മുമ്പാകെ കൊണ്ടുവന്നു തരണം. അതാണ് എനിക്ക് വേണ്ട ഗുരുദക്ഷിണ. എന്നാൽ നിങ്ങൾക്ക് നന്മ വരും. ശിഷ്യന്മാർ ഗുരുവിൻ്റെ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കാം എന്ന് സമ്മതിച്ചു. അതിലേക്കായി പുറപ്പെട്ടു. അവരെല്ലാം പാഞ്ചാല രാജ്യത്തെത്തി. ദുര്യോധനൻ, ദുശാസനൻ, കർണൻ തുടങ്ങിയ കൗരവന്മാർ രാജധാനിയിൽ പ്രവേശിച്ചു. പാണ്ഡവന്മാർ അവരുടെ കൂടെ പോയില്ല. അവർ നഗരത്തിൽ പ്രവേശിക്കാതെ നഗരപ്രാന്തത്ത് ഒതുങ്ങിക്കഴിഞ്ഞു. കൗരവന്മാരെ കൊണ്ട് ദ്രുപദനെ പിടിച്ചു കെട്ടുവാൻ കഴിയുകയില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. ദുര്യോധനനും മറ്റും രാജധാനിയിൽ പ്രവേശിച്ച വിവരം പറഞ്ഞ ദ്രുപദൻ സൈന്യങ്ങളോടുകൂടി അവരെ നേരിട്ടു. അദ്ദേഹം ശരജാലം കൊണ്ട് കൗരവസേനയെ മോഹിപ്പിച്ചു. ഒറ്റയ്ക്ക് എതിർത്ത ദ്രുപദനെ അനേക രൂപത്തിലാണ് കൗരവർ കണ്ടത്. അവർ ഭയപ്പെട്ടു. വീരന്മാരായ പാഞ്ചാല രാജാക്കന്മാരെല്ലാം സിംഹനാദം മുഴക്കി. രാജധാനിയിലെ ആബാലവൃദ്ധം ജനങ്ങളും പാഞ്ചാല സൈന്യത്തോട് ചേർന്ന് കൗരവരോട് ഏറ്റുമുട്ടി. ഗത്യന്തരമില്ലാതെ കൗരവന്മാർ പിന്തിരിഞ്ഞോടി. പാഞ്ചാലർ വിജയാഹ്ലാദത്തോടെ തുള്ളിച്ചാടി. പാണ്ഡവർ ദ്രുപദനെ ആക്രമിക്കാൻ തയ്യാറായി. യുധിഷ്ഠിരൻ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവിടെ തന്നെ നിർത്തി. നകുല സഹദേവന്മാരെ യുധിഷ്ഠിരൻ്റെ തുണയ്ക്കും ഏർപ്പെടുത്തി. ഭീമനും അർജുനനും കൂടി മാത്രമാണ് ദ്രുപദനെ ആക്രമിക്കാൻ പോയത്. അർജുനൻ തേർത്തെളിച്ചു. നിർഭയരായി ജ്യേഷ്ഠാനുജന്മാർ ഇരുവരും പാഞ്ചാല സൈന്യത്തിൻ്റെ മധ്യത്തിലേക്ക് തേരോടിച്ച് കയറ്റി. ഭീമൻ ഗദയുമായി ചാടിയിറങ്ങി. ഗജവീരൻ കരിമ്പിൻതോട്ടത്തിൽ കയറി കരിമ്പൊടിക്കുന്ന ലാഘവത്തോടെ ഭീമൻ ഗദ ചുഴറ്റി വായുവേഗത്തിൽ എല്ലായിടത്തും ഓടി നടന്ന് പാഞ്ചാലരെ അടിച്ചു വീഴ്ത്തി. അവനെ എഴുതുവീഴ്ത്താൻ ശ്രമിച്ചവർക്ക് തികഞ്ഞ പരാജയമാണ് സംഭവിച്ചത്. അവൻ്റെ നേരെ വന്ന അമ്പുകളെല്ലാം ഭീമൻ നിഷ്പ്രയാസം തടയുന്നത് കണ്ട് ശത്രുക്കൾ അമ്പരന്നു. അർജുനനാകട്ടെ തുരുതുര അമ്പുകൾ എയ്തുകൊണ്ടിരുന്നു. ബാണം എടുക്കുന്നതും തൊടുക്കുന്നതും വിടുന്നതും കാണാൻ പോലും സാധ്യമല്ലാത്ത വിധത്തിൽ ദ്രുതഗതിയിലാണ് ദ്രുപദൻ്റെ സൈന്യങ്ങളുടെ നേർക്ക് അമ്പുകൾ എയ്തത്. ഒരൊറ്റ ബാണം പോലും ആർക്കും അർജുനൻ്റെ ശരീരത്തിൽ കൊള്ളിക്കുവാൻ കഴിഞ്ഞില്ല. ദ്രുപദൻ അമ്പരന്നു. എങ്കിലും വിട്ടില്ല. അവന് കൂട്ടിനായി മന്ത്രിയായ സത്യജിത്ത് ഉണ്ടായിരുന്നു. സത്യജിത്തിൻ്റെ തേരും കുതിരകളും അമ്പും വില്ലും കൊടിയുമെല്ലാം വിജയൻ എയ്തു വീഴ്ത്തി. സത്യജിത്തിൻ്റെ കഷ്ടാവസ്ഥ കണ്ട് ദ്രുപദൻ അർജുനനോട് നേരിട്ടു. ക്ഷണനേരം കൊണ്ട് ദ്രുപദൻ്റെ വില്ലറുത്ത് കൊടിയും വീഴ്ത്തി അശ്വങ്ങളെയും സൂതനെയും എയ്തു വീഴ്ത്തി. മുറിഞ്ഞ വില്ലിന് പകരമായി മറ്റൊരു വില്ലെടുക്കാൻ ശ്രമിക്കുമ്പോൾ അർജുനൻ വാളുമായി ദ്രുപദൻ്റെ തേരിൽ ചാടിക്കയറി. വരുന്ന കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചുന്ന അത്ര ലാഘവത്തോടെ ദ്രുപദനെ പിടികൂടി. ദ്രുപദൻ അർജുനൻ്റെ ബലിഷ്ഠമായ കൈകളിൽ അമർന്നു. ഇത്രയും കണ്ടപ്പോഴേക്കും പാഞ്ചാല സൈന്യം വിരണ്ടോടി. അപ്പോഴും പാമ്പിനെ തല്ലിക്കൊല്ലുന്നത് പോലെ ഭീമൻ പാഞ്ചാലരെ അടിച്ചു വീഴ്ത്തിക്കൊണ്ടിരുന്നു. ഇത് കണ്ട് അർജുനൻ വിളിച്ചു പറഞ്ഞു, ജ്യേഷ്ഠ, ദ്രുപദൻ എന്നും നമ്മുടെ ബന്ധുവായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങളെ ഇനിയും അടിച്ചു കൊല്ലരുത്. ദ്രുപദനെ കൊണ്ടുപോയി നമുക്ക് ഗുരുദക്ഷിണ നൽകാം. മനസ്സില്ലാ മനസ്സോടെ ഭീമൻ തൻ്റെ ആക്രമണം നിർത്തി. അർജുനനോടൊപ്പം ബന്ധനസ്ഥരായ ദ്രുപദനെയും സത്യജിത്തിനെയും കൊണ്ട് ദ്രോണരുടെ അടുത്തേക്ക് തിരിച്ചു. അവർ ഗുരുദക്ഷിണ ഗുരുവിൻ്റെ മുമ്പാകെ അർപ്പിച്ച് അനുസരണയുള്ള നിർദോഷികളായ ബാലന്മാരെ പോലെ ഗുരുവിനെ വന്ദിച്ച് ഒതുങ്ങി നിന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ വിഷണ്ണരായി മുന്നിൽ നിൽക്കുന്ന ദ്രുപദനെയും അമാത്യനെയും നോക്കി ദ്രോണർ ക്രൂരമായി ചിരിച്ചു. അദ്ദേഹത്തിൻ്റെ ചിരി ഉണ്ണിൽ കൊള്ളിവെക്കുന്നത് പോലെ വേദനാജനകമായിരുന്നു ദ്രുപദന്. അദ്ദേഹം അപമാനഭാരത്തോടെ ദ്രോണരുടെ മുന്നിൽ ശിരസ് കുനിച്ചു നിന്നു. ദ്രോണൻ പറഞ്ഞു, ദ്രുപദ രാജാവേ, നിന്റെ രാജസ്ഥാനം തീർന്നിരിക്കുന്നു. നിന്റെ ജീവൻ ഇപ്പോൾ എൻ്റെ കയ്യിലാണ്. പണ്ട് നാം സുഹൃത്തുക്കളായിരുന്ന വിവരം ഇപ്പോൾ നീ ഓർക്കുന്നുണ്ടോ? ഗുരുവിൻ്റെ ആശ്രമത്തിൽ നാം ഉച്ചതോഴന്മാരായി ഒന്നിച്ച് പഠിച്ചു വളർന്നത് നീ ഓർക്കുന്നുണ്ടോ? എൻ്റെ മനസ്സിൽ അതിൻ്റെ മധുര സ്മരണകൾ ഇന്നും തങ്ങി നിൽക്കുന്നുണ്ട്. നിനക്ക് പ്രാണഭയം വേണ്ട. വിപ്രനായി ഞാൻ ക്ഷമയുള്ളവനാണ്. ഇപ്പോൾ ഞാനാണ് പാഞ്ചാല രാജാവ്. എങ്കിലും രാജാവല്ലാത്ത നിന്നെ എൻ്റെ സുഹൃത്തായി കരുതാൻ എനിക്ക് വിരോധമില്ല. ഭാഗീരഥിക്ക് തെക്കുഭാഗത്തുള്ള പകുതി രാജ്യം നിനക്ക് തരാം. അവിടുത്തെ രാജാവായി തുടരാം. വടക്കുഭാഗത്തുള്ള രാജ്യത്തിന് ഞാനാണ് നാഥൻ. ഇപ്പോൾ നാം തുല്യരായില്ലേ?
നിനക്ക് സമ്മതമുണ്ടെങ്കിൽ ഞാൻ നിന്റെ തോഴനാവുകയും ചെയ്യാം. ശാസ്ത്ര പരംഗതനായ ദ്രോണർ പരിഹാസത്തിൻ്റെ കൂരമ്പുകളാണ് ഇപ്പോൾ ദ്രുപദൻ്റെ നേർക്ക് എയ്തുവിട്ടത്. ദ്രുപദൻ അത് ഏറ്റുപിടച്ചു. എങ്കിലും അയാളിലുണ്ടായിരുന്ന ക്ഷാത്ര തേജസ് മരിച്ചില്ല. ദ്രുപദൻ സമയുക്തത കൈവരിച്ച് ദ്രോണരോട് പറഞ്ഞു, ഹേ ബ്രാഹ്മണ, വീരന്മാരായ പുരുഷന്മാർക്ക് ജയവും തോൽവിയും ഒരുപോലെയാണ്. എനിക്കിതൊരു ആശ്ചര്യമില്ല. നാം തമ്മിൽ സുഹൃത്തുക്കളായി ജീവിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ദ്രുപദനെ കെട്ടഴിച്ചു വിട്ടു. അദ്ദേഹത്തിന് പകുതി രാജ്യവും കൊടുത്തു. അദ്ദേഹം ദക്ഷിണ പാഞ്ചാലം ഭരിച്ച് കഴിഞ്ഞുകൂടി. ദ്രോണർ തന്നോട് കാണിച്ച ക്രൂരത അദ്ദേഹത്തിൻ്റെ മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു. ദ്രോണർ വടക്കൻ പാഞ്ചാലത്തിൻ്റെ രാജാവായി. അദ്ദേഹം ശിഷ്യന്മാരെ വിളിച്ച് അവരെയെല്ലാം അനുഗ്രഹിച്ചു. അർജുനനെ പ്രത്യേകമായി വിളിച്ച് ദ്രോണർ പറഞ്ഞു, ഞാനിപ്പോൾ അതിവിശിഷ്ടമായ ബ്രഹ്മശിരസ് എന്ന അസ്ത്രം അത് ഉപയോഗിക്കാനും പിൻവലിക്കാനുമുള്ള മന്ത്രങ്ങളോടുകൂടി നിനക്ക് നൽകുകയാണ്. അത് ഏറ്റുവാങ്ങി നീ ഗുരുദക്ഷിണ തരണം. അനന്യ സാധാരണമായ അസ്ത്രമാണ് ഇത്. ഇത് വളരെ ശുദ്ധിയായി സൂക്ഷിച്ചു വെക്കണം. ഭൂമിയെ മുഴുവൻ ചുട്ടി ചാമ്പലാക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. ഇത് മനുഷ്യരിൽ ആരിലും പ്രയോഗിക്കരുത്. മനുഷ്യനല്ലാത്ത ശത്രുവിനെതിരെ മാത്രം പ്രയോഗിക്കുക. അർജുനൻ ഗുരുവിനെ വന്ദിച്ച് അസ്ത്രം ഏറ്റുവാങ്ങി. അവൻ ചോദിച്ചു, ആചാര്യ, ഞാൻ എന്താണ് അങ്ങേക്ക് ഗുരുദക്ഷിണയായി തരേണ്ടത്? ദ്രോണൻ പറഞ്ഞു, നിന്നോട് ഞാൻ എതിർത്താൽ നീ എന്നോടും പൊരുതണം. മടിക്കരുത്, സത്യം ചെയ്യണം. ആ സത്യമാണ് എൻ്റെ ഗുരുദക്ഷിണ. അർജുനൻ ഗുരുവിൻ്റെ പാദങ്ങൾ തൊഴുത് സത്യം ചെയ്തു. ദ്രോണൻ അർജുനനെ അനുഗ്രഹിച്ചു. ഇതോടുകൂടി ഈ ഭാഗം അവസാനിച്ചു. ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.